മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ഇന്നലെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന നേതാവിനെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. പേര് നേമം ഷജീർ. യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ്. പാർട്ടി പുറത്താക്കിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലേ? പാർലമെന്ററി പാർട്ടിയും പുറത്താക്കിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിലെ ലൈംഗികാരോപണ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരോപണ വിധേയനായ ഒരു MLA നിയമസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. ആ നേമം ഷജീറിനെതിരെ യൂത്ത് കോൺഗ്രസിൽ പടയൊരുക്കം എന്നാണ് വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിൽ എത്തിച്ചത് ചൂണ്ടിക്കാട്ടി ഷജീറിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. KPCC അധ്യക്ഷനും അച്ചടക്ക സമിതി ചെയർമാനുമാണ് പരാതി നൽകുക. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ നേമം ഷജീർ ചെയ്തത് ഒരു സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞാലും അത് ഇത്തിരി കടന്നുപോയി എന്നുള്ളതാണ് സംഘടനയിൽ തന്നെ ഉയരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്. കൂടെ ഉണ്ടായിരുന്നത് മറ്റൊരാൾ റിനു പി രാജനാണ്. ഫെനി നൈനാനും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. രണ്ടുപേരും പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് പറയുന്നത് പോലെ ഒട്ടുമിക്കവാറും വിവാദങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുണ്ട്. പക്ഷേ നേമം ഷജീർ അങ്ങനെയല്ലല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനല്ലേ. അപ്പോൾ പാർട്ടി പുറത്താക്കിയ ഒരാളെ സംരക്ഷിച്ച് അവിടെ നിയമസഭയിലേക്ക് കയറ്റിവിടുക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കില്ല, അല്ലേ റോഷി? അരുൺകുമാർ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ നേമം ഷജീർ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിയമസഭയിലെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം സഭയ്ക്കകത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ അത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായം നേതൃത്വത്തെ അറിയിച്ച സാഹചര്യം കൂടിയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ ആരും ഒരു സഹായവും നൽകരുതെന്ന് കൃത്യമായ നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ട്. എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ നേമം ഷജീർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിയമസഭയിലേക്ക് എത്തിച്ചേർന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസിന് അകത്ത് നിന്ന് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി പോവുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർക്ക് നേരിട്ട് തന്നെ നേതാക്കൾ പരാതി പറഞ്ഞു. ഇനി രേഖാമൂല പരാതികൾ ഇന്ന് തന്നെ നേതൃത്വത്തിന് നൽകുമെന്നാണ് അറിയുന്നത്. ദേശീയ നേതൃത്വത്തെ പോലും ഇത് സംബന്ധിച്ച വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കാരണം ഗൗരവത്തോടെ കണ്ട വിഷയമാണ്. പൊതുസമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിലാണ് നേമം ഷജീറിന്റെ ഭാഗത്ത് പ്രവർത്തനം ഉണ്ടായത് എന്നുകൂടി ഈ പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ജില്ലാ അധ്യക്ഷ പദവിയിൽ നിന്ന് നേമം ഷജീറിനെ മാറ്റണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയ അധ്യക്ഷന്മാരിൽ ഒരാളാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന്മാരിൽ ഒരാളെന്ന് അറിയപ്പെടുന്നുണ്ട് നേമം ഷജീർ. പക്ഷേ ഈ ഒരു പ്രവർത്തനം വലിയ അവമതിപ്പ് നേമം ഷജീറിനും പാർട്ടിക്കും ഉണ്ടാക്കിയെന്നാണ് പൊതുവിലയിരുന്നത്. ഓക്കെ, അതാണ് നേമം ഷജീറിനെതിരെ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഒരു പടയൊരുക്കം എന്നുള്ളതാണ്. ചില ആളുകൾ പറഞ്ഞു വേണ്ടതിനെ കാണിക്കണമായിരുന്നു. ക്യാമറ കണ്ണുകളിലേക്കാണ് നേരെ നേമം ഷജീർ പോയി പെട്ടത്. കൂടെ കൂട്ടിക്കൊണ്ടുവരികയാണ്. കൂട്ടിക്കൊണ്ടുവരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അവശതയിലെ പെൻഷൻ വാങ്ങിക്കാൻ വന്ന ആളെയല്ല. 2 ഗർഭഛിദ്രം അടക്കമുള്ള കാര്യങ്ങളിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന അതും നിരവധി കേസുകളിൽ 18 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നതൊക്കെ കേസ് ചാർജ് ചെയ്തിരിക്കുന്ന ഒരു പ്രതിയെയാണ് ഈ നേമം ഷജീർ നിയമസഭയിലേക്ക് കൊണ്ടുവന്നത്. അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. മാത്രമല്ല അത് പാർട്ടി പുറത്താക്കിയ ഒരാളെ നേമം ഷജീർ മാത്രമാണ് ഇന്നലെ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നത്. ബാക്കിയുള്ള 2 നേതാക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു, അവരോടെ നിൽക്കട്ടെ. പക്ഷേ നേമം ഷജീറിനെ പോലുള്ള നേതാവ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നയാളല്ലേ. അപ്പോൾ അതുകൊണ്ട് നേമം ഷജീറിനെതിരെ പടയൊരുക്കം സ്വാഭാവികമാണ്.